തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയായിരുന്നു. അതിശക്തമായ മഴ. പക്ഷേ മഴ പെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. മഴയ്ക്കൊരു ചെറിയ കുഴപ്പമുണ്ട്. ഇത് തുടർച്ചയായിട്ട് വരില്ല. വിട്ട് വരും. തുടർച്ചയായിട്ട് വരാതിരുന്നാൽ ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ട്, റെഡ് അലർട്ടൊക്കെ തമ്മിൽ കൺഫ്യൂഷൻ വരും. റെഡ് അലർട്ട് വന്നാലേ അവധി കൊടുക്കാൻ പറ്റുള്ളൂ. ഓറഞ്ച് അലർട്ടിന് അവധിയില്ല. തിരുവനന്തപുരത്തെ കളക്ടർക്ക് ഒരു പണി കിട്ടി, അനുകുമാരിക്ക് വലിയൊരു പണി കിട്ടി. ഇത് എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് വെച്ചാൽ മറ്റ് കളക്ടർമാർക്കും കൂടി ശ്രദ്ധിക്കാനും കേരളം മുഴുവൻ ശ്രദ്ധിക്കാനാണ്. രാവിലെ സൈറ്റ് നോക്കിയപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയാണ് കളക്ടർ. രാവിലെ സൈറ്റ് നോക്കി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുകാർ പറഞ്ഞു, സാർ ഓറഞ്ച് അലർട്ടേ ഉള്ളൂ, നമുക്ക് അവധി കൊടുക്കാൻ പറ്റത്തില്ല നമ്മുടെ കപ്പാസിറ്റിയിൽ. റെഡ് അലർട്ട് ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ മഴ ഇങ്ങനെ തോരാതെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ റെഡ് അലർട്ട് വരുന്നുമില്ല. ആ സമയത്ത് എന്ത് സംഭവിച്ചു? മാതാപിതാക്കളൊക്കെ പിള്ളേരെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിലും സ്കൂട്ടറിലൊക്കെ ഇറങ്ങി പാതി വഴി എത്തി. 8 മണിയോളം ആയപ്പോൾ കളക്ടർ കയറി അവധിയും പ്രഖ്യാപിച്ചു. കളക്ടർ അവധി പ്രഖ്യാപിച്ചത് മന്ത്രിയായിട്ട് ആലോചിച്ചു, ഇത്രയും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് പ്രഖ്യാപിക്കേണ്ടത്. അപ്പോൾ പ്രത്യേക അധികാരം ഉപയോഗിച്ച് കളക്ടർ പ്രഖ്യാപിച്ചു. അത് യെല്ലോ അലർട്ട് പിടിച്ചിട്ടല്ല. കളക്ടർക്ക് 2 അധികാരമുണ്ട്. ഒന്ന് യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നൊക്കെ പറഞ്ഞാൽ റെഡ് പിടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങൾ കൊണ്ട് രാജ്യം ഒരു പ്രത്യേകത്തൊരു ലാൻഡ് ഓർഡർ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അവധി കൊടുക്കാം. കളക്ടർക്ക് ഒരുപാട് അധികാരമുണ്ട്. ചുമ്മാ കൊടുക്കാൻ പറ്റത്തില്ല. രാവിലെ എണീറ്റ് എനിക്കിന്ന് തലവേദന അല്ലെ വയറ്റുവേദന എടുക്കണം, അവധി അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും ചില പോയിന്റ് വെച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ മന്ത്രിയുമായിട്ട് ആലോചിച്ച് അവധി കൊടുത്തു. പക്ഷേ ട്രോളോട് ട്രോൾ, മഴയോട് മഴ. മഴയേക്കാൾ വലിയ ട്രോൾ മഴയായിരുന്നു നമ്മുടെ തിരുവനന്തപുരം കളക്ടർക്ക്. വനിതയെന്ന് പോലും കണക്കാക്കാതെ ആളുകൾ കയറി പൊങ്കാലയിട്ടും മറിച്ച് കളഞ്ഞു. ദൈവം കളക്ടറായാലും നിരപരാധിയാണ്. എല്ലാ കളക്ടർമാരും ജാഗ്രതയെ. പണ്ടൊരു കളക്ടർ മലയാളത്തിൽ ഒരു കുഞ്ഞു പയ്യൻ, നമ്മുടെ പയ്യൻ എഴുതി, ഇന്ന് അവധി തരുമോ അല്ലെങ്കിൽ നാളെ അവധി തരുമോ എന്നൊക്കെ എഴുതി തെറ്റിപ്പോയി. മലയാളം ഭാഷ തെറ്റിപ്പോയതുകൊണ്ട് കളക്ടർ തിരിച്ച് മറുപടി ഇട്ടു, അവധിയില്ല, സ്കൂളിൽ പോയി മലയാളം നന്നായിട്ട് പഠിക്കാൻ. കളിയാക്കിയല്ല, ഒരു പോസിറ്റീവായിട്ടൊരു മെസ്സേജ് ഇട്ട് ഒരു പടമൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് അവധി കൊടുക്കുന്നതിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. തിരുവനന്തപുരം കളക്ടർക്ക് ഒരു പണി കിട്ടി. തിരുവനന്തപുരത്ത് മഴ ചതിച്ചല്ല, മഴ ഉണ്ടാക്കിയ ദുരിതങ്ങൾ വേറെ, കളക്ടർക്ക് ഉണ്ടാക്കിയ ദുരിതങ്ങൾ വേറെ. അതുകൊണ്ട് മറ്റ് കളക്ടർമാർ ജാഗ്രതയെ. റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും മാത്രമല്ല നോക്കിയിരിക്കുക. സൈറ്റിൽ നോക്കി റെഡും ഓറഞ്ചും യെല്ലോയും നോക്കിയിരിക്കാതെ ഗ്രൗണ്ട് റിയാലിറ്റി കൂടെ നോക്കി അവധികൾ പ്രഖ്യാപിക്കണം. അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടിക്കൊണ്ടേയിരിക്കും.